ചേച്ചിയുടെ ആദ്യത്തെ സിനിമയെക്കുറിച്ചെന്ന് പറയാം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് 80-ൽ കതിർ മണ്ഡപം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഫിലിം. എന്നുവെച്ചാൽ ജയഭാരതിയുടെ ചെറുപ്രായമായിട്ട് അഭിനയിച്ചാണ് ഞാൻ എൻട്രി ആയത്. 80-ലായിരുന്നു അത്. ആ സമയത്താണ് ഞങ്ങൾ മദ്രാസിൽ സ്ഥിരമായിട്ട് താമസിച്ചത്. സിനിമയിൽ അഭിനയിക്കാനായിട്ടല്ല മദ്രാസിൽ ഞങ്ങൾ താമസമാക്കിയത്. എൻ്റെ മൂത്ത കലച്ചേച്ചിക്ക് ഒരു എന്താ പറയുന്നത്, കലച്ചേച്ചിക്കാവുന്ന ഒരു പ്രത്യേക രീതിയിൽ ശ്വാസം, അതായത് ശബ്ദത്തിന് കുറച്ച് പ്രശ്നം വരുന്ന രീതിയിലൊരു അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മദ്രാസിലേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഡോക്ടർ. അപ്പോൾ അത് കലച്ചേച്ചി വളരെ ചെറുപ്പമായത് കാരണം ഒരു വർഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് വേണ്ടിയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ മദ്രാസിൽ താമസിച്ചു. അപ്പോൾ അച്ഛൻ്റെ എല്ലാ സുഹൃത്തുക്കളും സിനിമയിൽ എല്ലാവരും പ്രവർത്തിക്കുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഈ ഒരു റോളിന് ഈ കുട്ടിയെ അങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞാണ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ സിനിമയിൽ എൻട്രി ആയത്. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് കതിർ മണ്ഡപം. പക്ഷേ കതിർ മണ്ഡപം തുടങ്ങിയത് പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു അമ്പലത്തറ ദിവാകരൻ. അവർ രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. ജയഭാരതിയുടെ ഏകദേശം മുഖഛായുള്ളൊരു കുട്ടിയായിരിക്കണം. ആ കഥയിൽ ഏറ്റവും പ്രാധാന്യം ഇൻ്റർവെല്ല് വരെ രണ്ട് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ളൊരു സ്റ്റോറിയായിരുന്നു. അപ്പോൾ അതിന് ജയഭാരതിയെ പോലെ തന്നെ ആയിരിക്കണം. പിന്നെ ഓൾമോസ്റ്റ് എന്ന് പറയുന്നത് അന്നും നിന്ന ബാലതാരങ്ങളൊക്കെ തന്നെ കുറച്ചൊരു രണ്ടുമല്ലാത്തൊരു സ്റ്റേജിലായിട്ട്, ഇപ്പം ബേബി ആർച്ചായിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ല, ഹീറോയിനായിട്ടും ചെയ്യാൻ പറ്റത്തില്ല എന്ന ബേബി സുമതി, ബേബി ഇന്ദിരയൊക്കെ കുറച്ച് മെച്ചൂർഡായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ചെറിയ കുട്ടിയായിരിക്കണം. അങ്ങനെ വന്ന് കൽപ്പന ചേച്ചിയായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പോയിട്ട് 4 പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും നിൽക്കാൻ കഴിവുള്ള ഒരു കുട്ടിയേ ആയിരുന്നില്ല ഞാൻ. ഈ ജോലിക്ക് ഞാൻ ഒരിക്കലും സ്യൂട്ടല്ല എന്നുള്ളതായിരുന്നു എൻ്റെ. കുറേ പടങ്ങൾ ചെയ്ത് കഴിയുന്നത് വരെ ഞാൻ ഈ ജോലിക്ക് അർഹയല്ല എന്നൊരു വിശ്വാസക്കാരിയായിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് അഭിനയിക്കാൻ കൊള്ളത്തില്ല അങ്ങനെയായിരുന്നു. ആ ഒരു ഇൻഫീരിയോറിറ്റി, ഒരു അപകർഷതാബോധം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടിൽ ആരെങ്കിലും അച്ഛൻ്റെ സുഹൃത്തുക്കൾ വന്നാൽ ദൈവമേ അവരെന്നെ അഭിനയിക്കുന്ന കാര്യം പറയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ കൽപ്പന ചേച്ചിയും കൊണ്ട് അച്ഛനും അമ്മയും മദ്രാസിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു രസത്തിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് ചാടിക്കറി പോയതാണ്. അവിടെ ചെന്നു. ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് കൽപ്പന ചേച്ചിയെ ക്യാമറയ്ക്ക് മുമ്പിലൊരു പാട്ട് രംഗമാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ഓണപ്പാട്ട്. ആ പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് കൽപ്പന ചേച്ചിക്കൊക്കെ റെഡിയായി മേക്കപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നു. ഞാനും കൂടെ പോയി. KP പിള്ളയാണ് അതിൻ്റെ ഡയറക്ടർ ആ ചിത്രത്തിൻ്റെ. അപ്പോൾ പണ്ടത്തെ നൃത്ത സംവിധായകൻ മാധവ മാഷ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരു ഊഞ്ഞാലിൽ പോയി കൽപ്പന ചേച്ചിയും കൂട്ടുകാരിയായിട്ട് അഭിനയിക്കുന്ന ബേബി ഇന്ദിരയും രണ്ടുപേരും കൂടെ ഇങ്ങനെ പാടണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ KP ഉമ്മറാണ് ആ ചിത്രത്തിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്, ജയഭാരതിയുടെ അച്ഛനായിട്ട്. അദ്ദേഹവും മീനാമച്ചി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഞാൻ ആദ്യമായിട്ട് കാണുന്ന 2 സിനിമാ താരങ്ങൾ അവരാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഞാനിങ്ങനെ ത്രില്ലടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് KP പിള്ള പറഞ്ഞു, ഈ കുട്ടിയേക്കാൾ ഷൂട്ടാകുന്നത് ഈ കുട്ടിയാണല്ലോ ഈ ക്യാരക്ടറിന്, ഇത് മതി എന്നങ്ങ് തീരുമാനിച്ചു. ഞാനങ്ങ് കരച്ചിലും തുടങ്ങി. എനിക്ക് മുമ്പിൽ നിൽക്കാനും പറ്റത്തില്ല, ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ. എനിക്കിപ്പം വീട്ടിൽ പോകണമെന്നൊക്കെ ആയി. അച്ഛൻ പറഞ്ഞു അതിനെക്കൊണ്ട് കൊള്ളത്തില്ല, സ്കൂളിൽ പോലും സ്റ്റേജിൽ ആകപ്പാടെ ആദ്യം സ്റ്റേജിൽ കയറി ബോധം കെടാൻ വേണ്ടി സ്റ്റേജിൽ കയറിയ ഒരാളായിരുന്നു ഞാൻ. ഫസ്റ്റ് ഡാൻസിന് കൽപ്പന ചേച്ചി ഭയങ്കര മിടുക്കിയാണ്. മോണോ ആക്ട്, മിമിക്രി, ഓട്ടംതുള്ളലിന് ഒന്നും അറിയത്തില്ല ഓട്ടംതുള്ളലിനെ പറ്റി. പക്ഷേ നേരെ ഒന്നും അറിയത്തില്ല, ചാക്കൊക്കെ കെട്ടി വെച്ച് കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു സമ്മാനം കിട്ടും. ഭയങ്കര എന്താ പറയുക, ഒരു സ്റ്റാറായിരുന്നു കൽപ്പന ചേച്ചി സ്കൂളിൽ. എന്നെ നിർബന്ധിച്ച് ഡാൻസ് ചെയ്യാനൊക്കെ സ്റ്റേജിൽ കയറ്റി കൊണ്ടുവന്ന് നിർത്തി. ആദ്യമായിട്ടും കർട്ടൻ അങ്ങോട്ട് ഉയർന്നു, മ്യൂസിക് ഇട്ടു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനിങ്ങനെ കുഴഞ്ഞു വീഴുന്നത് എനിക്ക് ഓർമ്മ. ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുന്ന സദസ്സ് കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എന്നെക്കൊണ്ട് കൊള്ളത്തില്ല. അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമം, കാരണം ഇതിനെ അഭിനയിക്കാൻ അറിയത്തില്ല, ഇത് വെറുതെ നാണം കെടുത്തും. അച്ഛനാവുന്നത് പറഞ്ഞു നോക്കി KP വേണ്ട. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. നിങ്ങൾ പറയുന്ന പോലെ അല്ല VP നായർ, ഈ കുട്ടി നന്നായി വരും, ഈ കുട്ടി ഇതിൻ്റെ മുഖമാണ്, പിന്നെ ജയഭാരതിയുമായിട്ട് സാമ്യം തോന്നുന്ന ഫേസ് ഈ കുട്ടിക്കാണ്, ഇത് മതിയെന്നും പറഞ്ഞ് അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കാൻ വരുന്നത്. വീണ്ടും 84 മുന്താനെ മുടിച്ചിൽ യാദൃശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കലച്ചേച്ചിയായിരുന്നു ആ ചിത്രത്തിലെ നായിക. എല്ലാം ഫിക്സ് ചെയ്ത് കോസ്റ്റ്യൂം ഇട്ട് നോക്കാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ കലച്ചേച്ചി പോയി. അപ്പോൾ ഭാഗ്യരാജ് സാർ നല്ലോണം കോമഡി പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ, ഭാഗ്യരാജ് സാറാണ് ഡയറക്ടർ. അപ്പോൾ ഇന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നോക്കി ഒരു ഫോട്ടോ സെഷൻ ഉണ്ടെന്ന് പറയുന്നു. ഞാനും വരാം, എനിക്കൊന്ന് എക്സാമാണ്, 9th ആനുവൽ എക്സാം നടക്കുന്ന സമയത്താണ്. ആ യൂണിഫോമോടുകൂടി തന്നെ ഞാൻ പോയി AVMൽ പോയി. ഞാൻ ദൂരെ ഒന്ന് കണ്ടു. അപ്പം സിനിമയിൽ കാണുന്ന ഡയറക്ടറല്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഗൗരവത്തിലിരുന്നു. അപ്പടിയാമ്മ എനിക്ക് വാമ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണോ ഈ സിനിമാ നടന്മാരൊക്കെ? സിനിമയിൽ കാണുന്ന പോലെ എല്ലാവരും ഇങ്ങനെ കോമഡി കാണിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നതാണല്ലോ എൻ്റെ വിചാരം. നോക്കിയപ്പോൾ പുള്ളി ഭയങ്കര സീരിയസ്. എല്ലാവരും ഡ്രസ്സൊക്കെ കണ്ടുമൊക്കെ നോക്കി. പിന്നെ കോൾ ഷീറ്റ് പറഞ്ഞപ്പോൾ 90 ദിവസം ഒന്നിച്ച് ഔട്ട്ഡോർ ഷൂട്ടിംഗ് താമസിക്കണം.
ഒന്നിച്ച് താമസിക്കണം അപ്പോൾ അന്ന് കലച്ചേച്ചി മലയാളത്തിലും ഒക്കെ നല്ലോണം പടങ്ങൾ ചെയ്തു വരുന്ന സമയമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, മലയാളം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ, അത് അങ്ങ് ആ രീതിയിൽ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ താമസിച്ച് 90 ദിവസം താമസിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിൽ നിന്ന് കലച്ചേച്ചി ഒഴിവായി. ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞ് മടങ്ങി. ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ വന്നു. അന്ന് ആ കൂടെ വന്നിരുന്ന കുട്ടിയെ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു മേക്കപ്പ് ഇടാതെ ആ കുട്ടി എങ്ങനെയാണോ ഇപ്പോൾ ആസിറ്റീസ് ഉള്ളത് അതുപോലെ തന്നെ അഭിനയിക്കണം. അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു നാച്ചുറലി ഞാൻ ഉദ്ദേശിച്ചതും മകളുടെ റോളോ അനിയത്തിയായിട്ടോ അങ്ങനെ വല്ലതും ആയിരിക്കും. ഷൂട്ടിംഗ് സ്പോട്ടിൽ ചെന്നതിന് ശേഷം മനസ്സിലാകുന്ന ആ റോളായിരുന്നു എനിക്കെന്നുള്ളത്, നായികയായിരുന്നു എന്നുള്ളത്. ഒരു പത്രത്തിൽ പോലും ഒരു പരസ്യം വരാതെ പടം റിലീസ് ചെയ്യുന്നത് വരെ ഒരു പരസ്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. ആ ചിത്രത്തിനെക്കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫ്സോ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തിയേറ്റർ റിലീസായതിനു ശേഷമേ ഞാൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എൻ്റർ ആയി എന്നുള്ളത് പോലും ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 2 വർഷം ആ ചിത്രം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട്